മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സുരക്ഷയും വേഗത്തിലുള്ള സേവനവും ഉറപ്പാക്കുവാൻ പുതിയ സംവിധാനവുമായി പോലീസ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ഹെൽപ്പ് ഡെസ്കിനും പോലീസ് കൺട്രോൾ റൂമിനും തുടക്കമായി. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ പോലീസ് സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം ടൂറിസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശികളും സ്വദേശികളുമായുള്ള ടൂറിസ്റ്റുകാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് അതിന്റെ പ്രവർത്തനം നിലച്ചുപോയി. അത് ഞങ്ങൾ വീണ്ടും പ്രവർത്തനം പുനരാരംഭിച്ച് ഇന്ന് ഇവിടെ നമ്മൾ കൺട്രോൾ റൂം ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇതില് ഒരു സബ് ഇൻസ്പെക്ടറും 2 പോലീസ് ഉദ്യോഗസ്ഥരും, ഒരു വനിതാ പോലീസും, പിന്നെ കൂടാതെ 2 പോലീസ് ഉദ്യോഗസ്ഥരാകുന്ന പിങ്ക് പെട്രോൾ പോലീസും കൂടി ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം കൂടി ഇരിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ വരുന്ന മൂന്നാറിൽ ടൗണിൽ നടക്കുന്ന എന്തെങ്കിലും ലാൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പോലീസിനെ ഇടപെടൽ നടത്താനും സാധ്യമാകുന്ന തരത്തിലാണ് ഈ കൺട്രോൾ റൂം പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ SHOയുടെ നേതൃത്വത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ സേവനത്തിനുണ്ടാകും. പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112ലേക്ക് എത്തുന്ന കോളുകൾ സ്വീകരിച്ച് ആവശ്യമായ സഹായവും ഏകോപിപ്പിക്കും. പരാതികൾ സ്വീകരിക്കുന്നതിനൊപ്പം കാണാതാകുന്നവരെ കണ്ടെത്തൽ, വഴികാട്ടൽ, അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം, വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ വിവരങ്ങൾ എന്നിവയും ഹെൽപ്പ് ഡെസ്കിലൂടെ ലഭ്യമാക്കും. ഓണക്കാല ടൂറിസം സീസൺ മുന്നിൽ കണ്ട് സന്ദർശകരുടെ സുരക്ഷയും സേവനവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. പരിപാടിയിൽ SHO ജെ വിനോദ് കുമാർ, SI മാരായ KP അനിൽകുമാർ, റോയി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.